പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണല്ലോ. ജ്യോതിഷ യോഗങ്ങളിൽ ഏറ്റവും ശക്തമായ പഞ്ചഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളാണ് നാം സവിസ്തരം പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഒരു ആമുഖമായ ചർച്ചയാണ് നാം ഇവിടെ നടത്തുന്നത്. ഇവിടെ പഞ്ചഗ്രഹങ്ങൾ എന്ന് നാം ഉദ്ദേശിച്ചത് സൂര്യനും ചന്ദ്രനും ഒഴിച്ചുള്ള മറ്റ് 5 ഗ്രഹങ്ങൾ ലഗ്നാൽ കേന്ദ്രസ്ഥരായി വന്നാൽ ആ യോഗത്തിനെയാണ് പഞ്ചമഹാപുരുഷ യോഗമെന്ന് പറയുന്നത്. ഈ 5 യോഗങ്ങൾ ചൊവ്വ മേൽപ്പറഞ്ഞ ലഗ്നാൽ, ലഗ്നം 1-ാം ഭാവം, ലഗ്നം 4, 7, 10 ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിന് രുചകമഹായോഗമെന്ന് പറയുന്നു. ഒരു ജാതകത്തിൽ രുചകമഹായോഗം വന്നാൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആ വ്യക്തി പ്രകടിപ്പിക്കും. പലപ്പോഴും ചൊവ്വ വാരിയർ, യോദ്ധാവാണ്. മിലിറ്ററി, പട്ടാളം. ആ ചൊവ്വ ബലവാനായി ജലരാശിയിലാണെങ്കിൽ നേവി സംബന്ധമായ ജോലികൾ, അല്ലെങ്കിൽ നല്ല മെഷീനറി ഓപ്പറേറ്റർ, ഇപ്രകാരം ബുച്ചേഴ്സ്, ഇറച്ചിവെട്ടുകാർ, ബാർബർമാർ, ഇവരെയൊക്കെ ചിന്തിക്കാം. ചൊവ്വയും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നല്ല ശ്മശ്രുകരഹ, തലമുടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. വ്യാഴവും ശനിയും കൂടി അപ്രകാരം വന്നാൽ ആ യോഗമുണ്ട്. ചൊവ്വയും ശുക്രനും വന്നാൽ അപ്രകാരം യോഗമുണ്ട്. ഈ രുചകമഹായോഗം നാം പറയുമ്പോൾ നാം ചൊവ്വയുടെ ബലം കൂടെ അറിയണം. എത്രത്തോളം ബലവാനാണ് ഈ ഗ്രഹം, മേൽപ്പറഞ്ഞ 5 ഗ്രഹങ്ങളും. അതിനാൽ ലഗ്നം 4, 7, 10 ഈ ഭാവങ്ങളിൽ ചൊവ്വ ബലവാനായി നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാകുന്നു. പിന്നെ രണ്ടാമത്തെ മഹായോഗം, പഞ്ചമഹാപുരുഷയോഗത്തിൽ രണ്ടാമത്തെ യോഗം ബുധൻ ഉണ്ടാക്കുന്ന യോഗമാകുന്നു. ആ യോഗത്തിന് നാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബുധൻ ലഗ്നാൽ, ലഗ്നം 4, 7, 10 ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് നാം ഭദ്രമഹായോഗം എന്ന് പറയുന്നു. 2 യോഗങ്ങളായി കഴിഞ്ഞു, രുചകമഹായോഗം, ഭദ്രമഹായോഗം. ഇവിടെ ബുധനാണ് പ്രധാനപ്പെട്ട ഗ്രഹം. അപ്രകാരം വ്യാഴം പ്രധാനപ്പെട്ട ഗ്രഹമായി ലഗ്നാൽ 4, 7, 10 ലഗ്നം 4, 7, 10 ഭാവങ്ങളിൽ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് നാം ഹംസമഹായോഗം എന്ന് പറയുന്നു. ഹംസമഹായോഗം വളരെ നല്ല യോഗമാണ് ഹംസമഹായോഗം. ഇപ്രകാരം ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനായ വ്യാഴം, ആ വ്യാഴം മെറ്റീരിയൽ ബെനിഫിറ്റിനെ തരുന്ന വ്യാഴം ലഗ്നാൽ, ലഗ്നം 4, 7, 10 ഭാവങ്ങളിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചസ്ഥനായി ഒക്കെ നിൽക്കുകയാണെങ്കിലാണ് ഈ യോഗത്തിന് പ്രസക്തി. ആ യോഗത്തിന് നാം എന്ത് പറയുന്നു? മാളവ്യ മഹായോഗമെന്ന് പറയുന്നു. ഇവിടെ ശുക്രൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിലായിരിക്കണം. അല്ലാതെ ലഗ്നാൽ 4, 7, 10 ഭാവങ്ങളിൽ വന്നാൽ ഒരു കാര്യവുമില്ല. സ്വന്തം ക്ഷേത്രങ്ങളിൽ നിൽക്കണം. സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രത്തിൽ ലഗ്നം അപ്രകാരം 4, 7, 10 ഭാവങ്ങളിൽ ഈ 4 ഗ്രഹങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 4ാമത്തെ ഗ്രഹം ശുക്രനാണ്, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. ആ യോഗത്തിന് നാം പറയുക മാളവ്യ മഹായോഗമെന്നാണ്. അത് പ്രകാരം ശനി സ്വന്തം ക്ഷേത്രങ്ങളിൽ ഉച്ചസ്ഥനായോ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിലോ ലഗ്നം 4, 7, 10 ഭാവങ്ങളിൽ ലഗ്നാൽ നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് നാം ശശമഹായോഗമെന്നും പറയുന്നു. ഇപ്രകാരം 5 ഗ്രഹങ്ങളുണ്ടാക്കുന്ന പഞ്ചമഹാപുരുഷ യോഗമാകുന്നു രുചകമഹായോഗം, ഭദ്രമഹായോഗം, ഹംസമഹായോഗം, മാളവ്യ മഹായോഗം, ശശമഹായോഗം തുടങ്ങിയ 5 യോഗങ്ങൾ. വളരെ വിശദമായി അടുത്ത ജ്യോതിഷ യോഗങ്ങളിൽ നമുക്ക് രുചകമഹായോഗം മുതൽ തുടങ്ങാം. നിങ്ങൾ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.